എൻ്റെ പേര് ഷൈമ. എൻ്റെ മകൻ ദേവപ്രസീദ് 2 വർഷമായിട്ട് സയൻസ് സെൻറ്ററിലെ ട്യൂഷൻ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ മകൻ 10th പഠിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ പഠന കാലയളവിൽ വളരെ വിലപ്പെട്ട ക്ലാസ് തന്നെയാണ് അവന് സയൻസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അധ്യാപകരുടെ പ്രവർത്തനങ്ങളാവട്ടെ, അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളാവട്ടെ, എല്ലാം വളരെ നിലവാരം പുലർത്തുന്നവ തന്നെയാണ്. അധികം സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നും അവർക്ക് നൽകാതെ തന്നെയാണ് ക്ലാസ്സുകൾ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ലാഘവത്തോടു കൂടി ടെൻഷൻ ഇല്ലാതെയാണ് എല്ലായ്പ്പോഴും ക്ലാസ്സിലേക്ക് പോകാറുള്ളത്. കുട്ടികളൊക്കെ വളരെ ടെൻസ്ഡ് ആയിട്ട് ട്യൂഷൻ ക്ലാസ്സുകളിൽ പോകുന്ന സാഹചര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബസ്സുകളിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ ടെൻഷനോടുകൂടി പഠിച്ചിട്ട് ഓരോ ടീച്ചേഴ്സിൻ്റെ പേര് പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെൻഷനൊന്നുമില്ലാതെ കിട്ടുന്ന ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം കുട്ടികൾക്ക് സയൻസ് സെൻറ്റർ ഒരുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ സയൻസ് വിഷയങ്ങളാവട്ടെ, മറ്റു വിഷയങ്ങളാവട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ മലയാളത്തിൻ്റെ ക്ലാസ്സുകളൊന്നും ട്യൂഷൻ സെൻറ്ററുകളിൽ ഉണ്ടാവാറില്ല. കുട്ടികൾ ഇപ്പോൾ പഠന നിലവാരത്തിൽ മലയാളമൊക്കെ എഴുതാൻ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ മലയാളത്തിന് പോലും ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് വളരെ നല്ല ക്ലാസ്സുകളാണ് സയൻസ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ കുട്ടികളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം കുട്ടി ക്ലാസ്സിൽ ലീവാണെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണമെന്ന് രക്ഷിതാക്കളോട് പറയുകയും അതോടൊപ്പം തന്നെ നമ്മളോട് വിട്ടുപോവുകയാണെങ്കിൽ മെൻറ്റേഴ്സ് നമ്മളെ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് കുട്ടി ക്ലാസ്സിൽ വരാതിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ നമ്മളിൽ നിന്ന് അവർ അന്വേഷിച്ച് അറിയാറുണ്ട്. ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഓരോ കുട്ടിയെയും ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം മോൻ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയ സമയത്ത് സാറ് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് കുട്ടി ക്ലാസ്സിൽ വരാത്തത് എന്നും അതിൻ്റെ കാരണങ്ങൾ, ഇപ്പം കെമിസ്ട്രിയൊക്കെ ഇപ്പം സിലബസ് മാറി വന്നതുകൊണ്ട് പൊതുവേ സബ്ജക്റ്റുകൾ ഒരു ടഫായ രീതിയിലാണ് കുട്ടികൾക്കും ടീച്ചേഴ്സിനും തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വലിയൊരു വിലയുണ്ട് എന്നും ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ക്ലാസ്സുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള വിഷമങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ്സുകൾ ആബ്സെൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയാറുണ്ട്. മെൻറ്റേഴ്സ്, ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് അവിടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മകന് ലഭിക്കുന്ന ക്ലാസ്സുകളിൽ.